അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ, ചില രാഷ്ട്രീയപരമായ ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് രാഹുലിനെ പിടിക്കുന്നില്ല, ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ചില സംശയങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ ശ്രീ വി.പി. ശ്രീപത്മനാഭൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ട് എത്ര മാസമായി? ഒരുപാട് മാസമായി. അതായത് കോഗ്നിസബിൾ ഒഫൻസാണ്. BNS എന്നൊരു നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. IPC പോയി, BNS വന്നു, CRPC പോയി, BNSS വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ പറയുക, കോഗ്നിസബിൾ ഒഫൻസിൽ ആർക്കും പരാതിക്കാരനാവാം. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ സംഭവിച്ചു എന്നാൽ പോലീസിന് കേസെടുക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുക, ആർക്കും പരാതിക്കാരനുമാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ നിർബന്ധിത ഗർഭഛിദ്രം നടത്തി എന്ന് ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ട് കുറേ മാസങ്ങളായി. അതിൻ്റെ പേരിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സംഘം അന്വേഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ വന്നത്. ആ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ ചെയ്തു? അദ്ദേഹം പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരം പോയി. തിരുവനന്തപുരത്ത് അഭിഭാഷകൻ്റെ അടുത്ത് പോയി മുൻകൂർ ജാമ്യ ഹർജി ഫയലാക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അതിനുശേഷം തിരിച്ച് പാലക്കാട് വന്നു എന്നും പാലക്കാട്ട് ഓഫീസ് തുറന്നു എന്നും അവിടെ കാറുണ്ടെന്നും അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു സംസ്ഥാനം വിട്ടുപോയിന്ന്. പണ്ട് ഈ സ്വപ്ന സുരേഷ് കേരളത്തിൽ കോവിഡിൻ്റെ ട്രിപ്പിൾ റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലെത്തിയ കഥ നമുക്കറിയാം. ട്രിപ്പിൾ ഇവിടെ ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് അങ്ങ് ബാംഗ്ലൂരിലെത്തി. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതായിട്ടൊന്നുമല്ല, അത് അറസ്റ്റ് ചെയ്യാണ്ടിരുന്ന് തന്നെയാണ്. അത് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് ശനിയാഴ്ചയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ശനിയാഴ്ചയാണ്. അതിൻ്റെ ഒരു നമ്പർ ചെയ്തിട്ട് അത് തീരുമാനമാവുന്നത്, അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചക്ക് ആണ് അത് ബുധനാഴ്ച വിളിക്കുമെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യാതിരുന്നത് തന്നെയാണ്, അല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതൊന്നല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു രാഷ്ട്രീയപരമായ മറ്റൊരു കാര്യം കൂടി അതിൽ നമുക്ക് പറയും. 4 മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അയാൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്വാഭാവികമായും അവിടെ BJPക്ക് ഗുണം കിട്ടുമെന്ന് CPMന് വളരെ കൃത്യമായി അറിയാം. ആ ഒരു അജണ്ട കൂടി മുൻ വെച്ചുകൊണ്ടാണ് 4 മാസം മുമ്പ് ഒരു തരത്തിലുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നത്. അല്ല, അതിപ്പോൾ എന്താ പറയുക, അറസ്റ്റ് ചെയ്താൽ രാജിവെക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പുതിയ നിയമം പറയുന്നത് അറസ്റ്റ് ചെയ്ത് 31ാമത്തെ ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറയുന്നതാണ്. ആ നിയമം പാസ്സായിട്ടില്ല. ആ നിയമം പാർലമെൻറ്റിൽ വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നു എന്നൊക്കെ ഉള്ളൂ. അത് പാസ്സായിട്ടില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്താലും രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിയമം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരോ പറയുന്നത്, ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് ശേഷം ഞങ്ങൾ പാർട്ടിയിലെ പ്രാഥമിക അംഗത്തിന് പുറത്താക്കി, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രായിരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് UDF സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കെയാണ് കഴിഞ്ഞ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ പുതിയ സംഭവം ഉണ്ടാവുന്നത്, പരാതി കൊടുക്കുന്നത്, മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കോൺഗ്രസ്സുകാർക്ക് കൈ കഴുകാൻ പറ്റൂല. അവർ പ്രാഥമിക അംഗത്തിന് പുറത്താക്കിയിട്ടുണ്ട്. അവരെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തി കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല.
അങ്ങനത്തെ ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനും അവരെ കൂടെ നടക്കാനും പാടില്ല. പാലക്കാട്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്. ഒരു MLA എന്ന നിലയിൽ അങ്ങോട്ട് ചില യോഗങ്ങളിൽ പങ്കെടുക്കാം, ചില യോഗങ്ങളിൽ ചില പ്രവർത്തികൾ ചെയ്യാം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇപ്പം ആർക്കും തടയാൻ പറ്റില്ല. കാരണം അതൊരു നിയമപ്രകാരമുള്ള ഒരു അവകാശമാണ്. അപ്പോൾ അത് ഇപ്പോൾ ശിവൻകുട്ടി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു. കാരണം MLA നിലയിൽ അത് ആ ഒരു അവകാശത്തെ ഇന്ന് നമ്മുടെ നാട്ടിലെ നിയമം വെച്ചിട്ട് ആർക്കും തടയാൻ പറ്റില്ല. ബാക്കിയുള്ളവർ വിട്ടു നിൽക്കണം എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു പഴയ MLA, അങ്ങനെ പറയാം, പഴയ MLA, പഴയ മെമ്പർ എന്ന നിലയിൽ അവിടെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പൊതുപരിപാടികളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് 100% അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലൊക്കെ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അതിനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ കേരളത്തിന് ഒരറ്റത്തു നിന്ന് ആ അറ്റത്തെ, പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരമുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് എത്ര ദൂരമുണ്ട്? ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള അവസരമൊന്നും അല്ലേലോ. അപ്പോൾ ഇതൊക്കെ നടക്കും. അത് പോട്ടെ. അതുകൊണ്ട് ഇതിലൊക്കെ കുറേ ദുരൂഹതകളുണ്ട്. രണ്ടുപേരും ഇടതു മുന്നണിയുടെ പോലീസും ഇടതു മുന്നണിയുടെ ആഭ്യന്തര വകുപ്പും ഒന്നും അങ്ങനെ ഞങ്ങളെല്ലാം ചെയ്തു എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഏതായാലും ഇനിയിപ്പോൾ ഒരു 11 മണിക്കൂർ 12 മണിക്കൂറിൻ്റെ വിഷയമുള്ളൂ. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കപ്പെടും. അപ്പോൾ ഇനിയിപ്പം അത് കോടതി തീരുമാനിക്കട്ടെ. അതിനു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഏതായാലും ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ കേരളത്തിലെ സാധാരണക്കാർക്ക് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം കോടതിയുടെ മുമ്പാകെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കണമെന്നാണ് പറയാനുള്ളത്.